ആം, വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഈ ഒരു ചോദ്യം നമ്മളിങ്ങനെ ഒരു പരസ്യമായ രീതിയിൽ ആ, നമ്മളൊരു ഞാനിതൊരു ചാനൽ ചർച്ചയിലെ മറുപടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പരിശ്രമിക്കുന്നത്. കാരണം ആ, ഞങ്ങൾ വൈദികരാരും അമാനുഷ്യരായിട്ടുള്ള ആൾക്കാരല്ല. ഞങ്ങളൊക്കെ സാധാരണ കുടുംബത്തിൽ സാധാരണ മാതാപിതാക്കൾക്ക് പിറന്ന് സാധാരണ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്ന് പരിമിതികളുടെ കൂടാരങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാം പരിശീലനത്തിൽ ഏർപ്പെടുന്നതും വിശ്വാസ രഹസ്യങ്ങൾ പഠിക്കുന്നതും പൗരോഹിത്യത്തിന്റെ വഴികളിലേക്ക് കടന്നു വരുന്നതും എല്ലാം. ആരും പൂർണ്ണരായിട്ടല്ല, വൈദികരാകുന്നതോടുകൂടി ആരും പൂർണ്ണരാകുന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ പരിമിതികളും ബലഹീനതകളും എല്ലാം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ പരിമിതികളുള്ള മനുഷ്യ വ്യക്തികളുടെ കൈകളിലാണ് സഭ എന്ന അമൂല്യമായ അമേയമായ ആ ഒരു മഹാരഹസ്യം ക്രിസ്തു ഭരമേൽപ്പിച്ചത്. 2000 വർഷങ്ങളായി ക്രിസ്തുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യ സഹോദരങ്ങൾ പുരോഹിത ദൗത്യം, ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് സഭയ്ക്ക് വേണ്ടി ജീവിച്ചു വരികയാണ്. സഭ എവിടെയൊക്കെ പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ടോ അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് ചെന്നാൽ ഈ വൈദിക സമൂഹത്തിന്റെ അനൈക്യം ഒരു കാരണമായിട്ട് പലതിലൊന്ന്, ചിലപ്പോഴൊക്കെ മുഖ്യ കാരണം ആയിട്ട് മാറുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണ്? ഈ രണ്ട് വാദങ്ങൾ ഉണ്ടാവുകയാണ്. രണ്ട് വാദങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് വാദക്കാരും അവരവരുടെ വാദങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി ഉദാഹരണമായി പറയുന്നത് ഗുരുവായ ക്രിസ്തുനാഥന്റെ വചനങ്ങൾ തന്നെയാണ്. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ശത്രുതയെ വളർത്താൻ വേണ്ടി പറയുന്നതും ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വചനങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് പോരാടുന്നത്. ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നത് സാധാരണക്കാരായ പൊതുസമൂഹത്തിന് മനസ്സിലാകാതെ വരികയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു വേദന എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ കുർബാനയുടെ പേരിലാണ് ഇവിടെ സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ ഒരു ആന്തരികമായ അനൈക്യത്തിന്റെ നിലവിളി എന്നാണ് ഞാൻ പറയുക. അട്ടഹാസമെന്നോ വിജയാരവങ്ങളെന്നോ അല്ലെങ്കിൽ പരാജയാരവങ്ങളെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ആരെങ്കിലും പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ക്രിസ്തുവാണ് എന്ന് വേദനയോടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും പരാജയപ്പെടരുത്. ദീപിക പത്രത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദീപികയുടെ ചീഫ് എഡിറ്റർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദീപികയുടെ 1-ാം പേജിൽ എഴുതിയ എഡിറ്റോറിയലിൽ പരാമർശിച്ചത് ഞങ്ങളുടെ സംഘാതമായ പ്രാർത്ഥനയാണ്, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്താണത്? ആരും പരാജയപ്പെടരുതേ എന്നതാണ്. കാരണം ഇവിടെ ആരെങ്കിലും ഒരാൾ പരാജയപ്പെട്ടാൽ സഭയാണ് പരാജയപ്പെടുന്നത്, ക്രിസ്തുവാണ് പരാജയപ്പെടുന്നത്. ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ക്രിസ്തുവിന്റെ നന്മ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന എല്ലാവരുടെയും ആഗ്രഹവും ലക്ഷ്യവുമായിരുന്നു. അതിനവർ സമീപിച്ചത് ആരെയാണ്? ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. അത് ഈശോയുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ നീറ്റലാണ്. ഈശോ ഏറ്റവും സ്നേഹിച്ചു വളർത്തിയ പുരോഹിത വിഭാഗത്തിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്താണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് തെരഞ്ഞെടുത്തത്. ഒപ്പം കൂടെ നിന്നവരെ കൊണ്ട് തള്ളി പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും ഉയർത്തുകയുണ്ടായി. അവൻ രക്തം വിയർത്ത സമയത്ത് ഉടുതുണി പോലും ഊരിയെറിഞ്ഞ് പ്രാണരക്ഷാർത്ഥം ശിഷ്യർ ഓടി ഒളിച്ച അനുഭവങ്ങൾ കാണുന്നുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗെത്സമൻ അനുഭവത്തിലൂടെ സീറോ മലബാർ സഭ കടന്നു പോവുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ എന്നോട് ജോർജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് ഈ പുരോഹിതർ ശത്രുക്കളുടെ ചട്ടുകങ്ങളായി മാറുന്നത്?
ആ, ഇത് ചോദിക്കുമ്പോൾ ചിലരുടെയെങ്കിലും മുഖം ജോർജിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ചിലരുടെ മുഖങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടാവാം. ഈ ശത്രുക്കളുടെ കൂടെ നിന്ന് പുരോഹിതന് മാത്രമല്ല, ചില അൽമായ നേതാക്കൾ എന്ന് പറയുന്നവർ സ്വയം നേതാക്കളായി, അല്ലെങ്കിൽ 5-6 പേരുടെ സംഘടനയുണ്ടാക്കി നേതാവായി ചാനലുകളുടെ മുമ്പിൽ കിടന്ന് സഭാവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ച് പിന്നെ ഹീറോയായി മാറാൻ ശ്രമിക്കുന്ന ചിലർ, അവരെല്ലാം എന്താണ് ചെയ്യുന്നത്? സത്യത്തിൽ അവരൊന്നും ഈ സഭയിൽ അനൈക്യം കൊണ്ടുവരുന്നവർ, അത് വിശുദ്ധ കുർബാനയുടെ പേരിലാണെങ്കിലും അവർ ക്രിസ്തുവിൽ നിന്നുള്ളവരല്ല എന്ന് അനുഭവിക്കാനാണ് എനിക്കിഷ്ടം. അത് അങ്ങനെ വിശ്വസിച്ചു പോവുകയാണ്. കാരണം ക്രിസ്തു അനൈക്യത്തിന്റെ അടയാളമായിരുന്നില്ല ഒരിടത്തും. ക്രിസ്തു ഐക്യത്തിന്റെ അടയാളമായിരുന്നു. പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുവാൻ വേണ്ടി. അതാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി, താൻ തെരഞ്ഞെടുത്ത ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി, താൻ അഭിഷിക്തരാക്കിയ പുരോഹിതർക്ക് വേണ്ടി ക്രിസ്തുവിന്റെ പ്രാർത്ഥന, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് 17-ാമത്തെ അധ്യായം സമാപിപ്പിച്ച ഈശോ കടന്നു പോകുന്നത് കാൽവരിയിലേക്കാണ്. ഐക്യത്തിന് വേണ്ടി ബലി ചെയ്യുവാൻ, ഐക്യത്തിന് വേണ്ടി ബലി കൊടുക്കുവാൻ ഒരു ക്രിസ്തു രൂപമുള്ള സഭ ഒരിക്കലും പിളരുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ഐക്യത്തിന് വേണ്ടി ഞാൻ എന്നെ ബലി ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഈ ഒരു ക്രിസ്തു രൂപം ഉള്ള ഒരു സഭയും പിളരുകയില്ല, തകരുകയില്ല. കാരണം കർത്താവ് സ്വയം ബലി ചെയ്തുകൊണ്ടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു പാപം മൂലമുണ്ടായ അകൽച്ച, ആ ഒരു വിടവ് തമ്പുരാൻ അടച്ചത് സ്വയം ബലി ചെയ്തുകൊണ്ടാണ്. ഈ ബലിക്ക് മുമ്പുള്ള പ്രാർത്ഥനയാണ് അവൻ നടത്തിയത്. നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാനിതാ എന്നെ തന്നെ ബലി ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഈ ഒരു ബലി നടക്കാത്ത ഇടങ്ങളിൽ ക്രിസ്തുവിന്റെ ശത്രുക്കൾക്ക് സ്പേസ് ഉണ്ട്. ഈഗോ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശത്രുക്കൾക്ക് സ്പേസ് ഉണ്ട്. വിശുദ്ധ കുർബാന ഒരിക്കലും ഭിന്നതയുടെ കാരണമാകരുത് എന്ന് ആഗ്രഹിച്ചാണ് അവൻ അപ്പം മുറിച്ചു കൊടുത്ത് തന്റെ മക്കളെ ഒപ്പം ഇരുത്തിയത് എന്നതിന് സുവിശേഷം സാക്ഷി. അകന്നുപോയ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിച്ചിരുത്തി സ്വയം മുറിച്ചു കൊടുത്തത്, നിങ്ങളും ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് ഐക്യത്തിന് വേണ്ടി സ്വയം മുറിവേൽക്കേണ്ടവന്റെ പേരാണ് പുരോഹിതൻ, അഭിഷിക്തൻ എന്ന് പറഞ്ഞതിന് സുവിശേഷം സാക്ഷി. ഇവിടെയാണ് എന്നോട് ചോദിച്ച ചോദ്യം ഒരു നൊമ്പരമായി മാറുന്നത്. എങ്ങനെയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു പുരോഹിതന് തന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹവും സഭാ സമൂഹവും അവഹേളിതമാവുകയാണ്, തകർന്നു വീഴുകയാണ്, വിരൂപമാവുകയാണ്, സഭയുടെ മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്, യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് എന്നറിയാമായിരുന്നിട്ട് കൂടി എങ്ങനെയാണ് വീണ്ടും വീണ്ടും സഭാവിരുദ്ധമായ, ഐക്യത്തിന് വിരുദ്ധമായ, അനൈക്യത്തെ പാലൂട്ടുന്ന ഈ നടപടിക്രമങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു പുരോഹിതന് നടന്നു നീങ്ങാൻ കഴിയുക? ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനൈക്യത്തിന്റെ ദൂതന്മാർ അവർ ഏത് വേഷമിട്ടവരാണെങ്കിലും ക്രിസ്തുവിൽ നിന്നുള്ളവരല്ല. അവർ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരല്ല. അതുകൊണ്ട് അനൈക്യം നിലനിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെ ആരുടെ കൂടെ കൂടിയാലും അവർ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരല്ല. വേഷം എന്താണെങ്കിലും അവർ സുവിശേഷം പ്രഘോഷിക്കുന്നവരല്ല. ഇവിടെ വേണ്ടത് ഐക്യപ്പെടാൻ എന്തു വേണം? അതിന് ഞാൻ ബലിയാകണോ? ഈശോയെ, നീ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുരിശിലേക്ക് നടന്നു നീങ്ങിയതുപോലെ എന്റെ ഈഗോ ഈ കുരിശിൽ ഞാൻ ബലിയർപ്പിക്കുന്നു എന്റെ സഭയുടെ ഐക്യത്തിന് വേണ്ടി എന്ന് പരസ്പരം പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങൾ മാത്രമേ കേരള സഭയിലുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ഈ ഒരു എളിയ ചിന്ത
എന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു പരസ്യമായ പ്രാർത്ഥനയായി അർപ്പിക്കുവാനാണ് ഓക്കെ ഓക്കെ ഞാൻ യെസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യെസ് തന്നെ ശത്രുക്കളുടെ ഇരകളാകാൻ, ചട്ടുകങ്ങളാകാൻ ഇനി ആരും മുതിരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആരും സഭയ്ക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് യെസ് വെക്കുന്നത്.